കോൺഗ്രസിൻ്റെ അപ്രോച്ചിലും ശൈലിയിലും ഒക്കെ ഒരു ജനറേഷൻ ചേഞ്ച് വേണം. കാരണം ഇന്നത്തെ കാലഘട്ടം ഒരുപാട് മാറി, ഇന്നത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനവും ഒരുപാട് മാറി. അതനുസരിച്ച് കോൺഗ്രസ് അപ്ഡേറ്റ് ചെയ്യുകയും ഒരു കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാകുകയും ചെയ്യേണ്ടത് എല്ലാ അർത്ഥത്തിലും. ഇന്നും ഈ കാലഘട്ടത്തിലും ക്യാമ്പസിൽ ഇതുപോലെ പ്രാകൃതമായ അല്ലെങ്കിൽ ഇത്രയും നിഷ്ഠൂരവും ക്രൂരവുമായ രീതിയിൽ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെവിടെ എത്തി? നമ്മൾ SFI പറയുന്നത് പോലെ തന്നെ നമ്മുടെ സമൂഹം എവിടെ എത്തി നിൽക്കുന്നു? ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ശ്രീ മാത്യു കുഴൽനാടൻ MLA. സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ പ്രതിപക്ഷത്ത് KPCC സംസ്ഥാന കോൺഗ്രസ് ഘടകത്തിൽ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ നേതൃത്വമൊക്കെ വലിയ രീതിയിൽ അത് ഒത്തിരി നേതാക്കന്മാരുള്ളത് കൊണ്ടുണ്ടാകുന്ന ഒരു കോൺഗ്രസിൻ്റെ ഇപ്പോൾ പൊതുവേ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പറയുന്നത് ജനാധിപത്യ സ്വഭാവം, ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ് കോൺഗ്രസിൽ കാണുന്ന ഈ കലഹങ്ങളൊക്കെ ചില ഘട്ടങ്ങളിലെങ്കിലും മറന്നീക്കി പുറത്തു വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പക്ഷേ ആ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ, പുതിയ തലമുറ ഉദ്ദേശിക്കുന്നത് യൂത്തിന് ഇതൊന്നും, അണികളല്ല, യൂത്തിന് ഇത് പൊതുസമൂഹത്തിൽ നോക്കി കാണുന്ന യൂത്തിനൊന്നും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ യുവ നേതാക്കൾ, അതായത് കോൺഗ്രസിനുള്ള യുവ നേതാക്കൾ ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുപോലുള്ള യൂത്തിലേക്ക് അവരുടെ ഒരു വിശ്വാസം മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പുതിയൊരു തലമുറയ്ക്ക് കോൺഗ്രസിൽ എത്രത്തോളം ഒരു സ്പേസ് ഉണ്ട് എന്നാണ്. അല്ല, പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസിഷൻ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. കോൺഗ്രസ് കാലാനുസൃതമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകണം എന്നുള്ളൊരു അഭിപ്രായം ഉള്ളവരാണ് ഞങ്ങളൊക്കെ പാർട്ടിക്കകത്ത് നിരന്തരം അതിനു വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. ഒരുപക്ഷെ ഞാൻ MLA ആവുന്നതിന് മുമ്പേ ഞാൻ ആദ്യം ഒരു വാക്ക് ഉപയോഗിച്ച് എൻ്റെ ലേഖനം ഞാൻ എഴുതിയിരുന്നു. കോൺഗ്രസ്സിൽ വേണ്ടത് തലമുറ മാറ്റം ആണ് എന്ന് പറഞ്ഞിട്ട്. തലമുറ മാറ്റം എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോഴുള്ള നേതാക്കന്മാർ മാറി ഞങ്ങളാരെയും നേതാവാവുക എന്നതല്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കോൺഗ്രസിൻ്റെ അപ്രോച്ചിലും ശൈലിയിലും ഒക്കെ ഒരു ജനറേഷൻ ചേഞ്ച് വേണം. കാരണം ഇന്നത്തെ കാലഘട്ടം ഒരുപാട് മാറി, ഇന്നത്തെ സമൂഹം ഒരുപാട് മാറി, ഇന്നത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനവും ഒരുപാട് മാറി. അതനുസരിച്ച് കോൺഗ്രസ് അപ്ഡേറ്റ് ചെയ്യുകയും ഒരു കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാകുകയും ചെയ്യേണ്ടത് എല്ലാ അർത്ഥത്തിലും അത് വേണം. അപ്പോൾ അത് ആ ഒരു പ്രോസസ്സ് പാർട്ടിയിൽ സ്ലോ ആയിട്ടാണ്, ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇറ്റ്സ് ഹാപ്പനിങ് ബിക്കോസ് ഇഫ് യു ലുക്ക് അറ്റ് ദ ലാസ്റ്റ് അസംബ്ലി ഇലക്ഷൻസ് വാസ്റ്റ് മെജോറിറ്റി ഓഫ് യങ്സ്റ്റേഴ്സിനെയാണ് കോൺഗ്രസ് ഫീൽഡ് ചെയ്തത്. ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു. സാറിന് ഇതിൽ അങ്ങനെ ഉണ്ടാവാറില്ല. ബട്ട് അൺഫോർച്യുനേറ്റ്ലി വി കുഡിന്റ് മേക്ക് ഇറ്റ്. അപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് വന്നില്ല. കാരണം അങ്ങനെ വ്യക്തികളെ മാത്രം പ്രായം കൊണ്ട് ചെറുപ്പം കൊണ്ടുവന്നുകൊണ്ട് കാര്യമില്ല. ആ മൊത്തത്തിൽ ആ ഒരു ചേഞ്ച്, ചുമതലകളൊക്കെ നൽകി, ആ ചേഞ്ച് സമഗ്രമായിരിക്കണം. എല്ലാ അർത്ഥത്തിലും പാർട്ടിയിൽ ഒരു തലമുറ മാറ്റം, അതായത് ഈവൻ പാർട്ടിയുടെ രാഷ്ട്രീയ ചിന്തയിൽ പോലും അല്ലെങ്കിൽ ദർശനങ്ങളിൽ പോലും അല്ലെങ്കിൽ കാഴ്ചപ്പാടിലും അപ്രോച്ചിലും പ്രവർത്തന ശൈലിയിലും അങ്ങനെ എല്ലാത്തിലും ആ മാറ്റം അതുപോലെ വന്നാലാണ് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ യൂത്തായിട്ട് കണക്ട് ചെയ്ത് അവരെയൊക്കെ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരാനൊക്കെ കഴിയുള്ളൂ. ആ പ്രോസസ്സ് ഈസ് ബിറ്റ് സ്ലോ ഇൻ കോൺഗ്രസ് എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ബട്ട് ഇറ്റ്സ് ഹാപ്പനിങ്. ഞങ്ങളെപ്പോലുള്ളവർ അത് വേഗത്തിലാക്കാനും അല്ലെങ്കിൽ കഴിവതും എഫക്റ്റീവ് ആക്കാനും ഒക്കെ പരിശ്രമിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഫാക്റ്റ്. ലോക്സഭാ ഇലക്ഷന് ഇനി വരാൻ 2026 UDFനെ സംബന്ധിച്ച് സംസ്ഥാനത്ത് പ്രതിപക്ഷമായി തുടർച്ചയായി 2 തവണ നിൽക്കുന്നു. വലിയൊരു വെല്ലുവിളി തന്നെയാണ്. വളരെ നിർണായകമാണ് ഇനിയുള്ള 2-2.5 വർഷം എന്ന് പറയുന്നത്. താങ്കൾ ഈ യൂത്തിന് മാത്രമാണ് ഇനി ഒരു പ്രതീക്ഷ എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സ്ലോ പ്രോസസ്സിങ് എത്രത്തോളം പ്രായോഗികമായി എത്രത്തോളം ആപ്ലിക്കബിൾ ആകുമെന്നതാണ്. നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ സമ്രാജ്ഞിയുടെ സമാപന ചടങ്ങിൽ പോലും കണ്ട കോലാഹലങ്ങൾ. അതിനപ്പുറത്ത് ഒരു ദേശീയ ഗാനം പോലും കൃത്യമായി അവിടെ പോലും അത് ഒരു കൃത്യമായ അടുക്കും ചിട്ടയോടുകൂടി അതൊന്ന് സംഘടിപ്പിക്കാനോ കോർഡിനേറ്റ് ചെയ്യാനോ കഴിയാതെ വരുന്നു. അവിടെയും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള കമൻറ്റുകൾ ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴും മൈക്ക് കണ്ടാലും സ്റ്റേജ് കണ്ടാലും അതിൻ്റെ മുൻപിൽ പോയി നിൽക്കുക, അതാണ് നേതാവെന്ന് കരുതുന്ന ആ കാലഘട്ടം പോയി മാറിയെന്ന് യൂത്ത് കോൺഗ്രസിനുള്ളവർ പോലും പരസ്യമായി വിമർശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ല, ഒരു ഒറ്റപ്പെട്ട ഇൻസിഡൻ്റാണ്. അത് ഒരു സ്ലിപ്പ് ഓഫ് എ ടങ്കെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ സംഭവിക്കരുതായിരുന്നു. നല്ല അൺഫോർച്ചുനേറ്റാണ്. ഇപ്പോൾ ഒരു പൊതുപരിപാടിയിലൊക്കെ അങ്ങനെ എത്രയോ വട്ടം എത്രയോ ഇൻസിഡൻറ്റുകൾ അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പേരിൽ മാത്രം ഒരു പാർട്ടിയെ വിലയിരുത്തുന്നത് അപ്രോപ്രിയേറ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ചേഞ്ച്, ഞങ്ങളൊക്കെ ഒരു ചേഞ്ച് ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടി വേഗത്തിലാകണം സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ അതിൻ്റേതായൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇതുകൊണ്ട്. കാരണം ഇപ്പോൾ NDA പോലെ അല്ലെങ്കിൽ BJP പോലെ ഒരു പാർട്ടി അല്ലല്ലോ കോൺഗ്രസ്.
കോൺഗ്രസ് എത്രയോ ദീർഘകാലമായി നിൽക്കുന്ന അധികാരത്തിലും അല്ലെങ്കിൽ ദീർഘകാലമായി രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ അടിവേരുകളുള്ള ഒരു പ്രസ്ഥാനമാണ്. ഒരു പുതിയൊരു പാർട്ടി അല്ലെങ്കിൽ പുതിയൊരു സംവിധാനത്തിൽ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും മാറ്റവും മറിച്ചിലും വരുത്തും പോലെയല്ല. So it will take its own time, that we need to accept, that's a fact. But we are trying to make it fast as possible. ഈ കോൺഗ്രസിൽ മാത്രമല്ല ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും ഇനി അങ്ങോട്ട് അടുത്ത തലമുറ എന്തു ചെയ്യുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താണ് ഇവരുടെ കാഴ്ചപ്പാട്, അതൊരു വലിയൊരു ചോദ്യം തന്നെയാണ് മാറി വരുന്ന ഈ കാലഘട്ടത്തിലും സമൂഹത്തിലുമൊക്കെ. ഈ താങ്കൾ KSU രാഷ്ട്രീയത്തിൽ നിന്ന് വന്നൊരു നേതാവാണ്. താങ്കൾ ലോ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു അക്രമ രാഷ്ട്രീയം ഒന്നും ഉണ്ടായിരുന്നു. ആ അക്രമ രാഷ്ട്രീയത്തിനെതിരെ നിരന്തരം പോരാടി ഒട്ടേറെ മർദ്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഒരു KSUക്കാരൻ തന്നെയാണ്. ഇപ്പോഴും ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ അഭിമുഖം നടത്തുമ്പോൾ പോലും വളരെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു വരുന്നത്, പൂക്കോട്ട് സർവകലാശാലയിലുണ്ടായത്. അപ്പോൾ ഈ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും SFI എന്നല്ല വിദ്യാർത്ഥികൾക്കിടയിലുണ്ടാകുന്ന ഒരു അക്രമ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റമില്ലാതെ ഇപ്പോഴും അത് നമ്മുടെ ക്യാമ്പസുകളെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. അതെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു തോട്ടും ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ന്യൂസും ഒക്കെയല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഈ കാലഘട്ടത്തിലും ക്യാമ്പസിൽ ഇതുപോലെ പ്രാകൃതമായ അല്ലെങ്കിൽ ഇത്രയും നിഷ്ഠൂരവും ക്രൂരവുമായ രീതിയിൽ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെവിടെ എത്തി, നമ്മൾ SFIയെ പറയുന്നത് പോലെ തന്നെ നമ്മുടെ സമൂഹം എവിടെ എത്തി നിൽക്കുന്നു? കാരണം വി ഓൾ ഫെയിൽ ടു എലിമിനേറ്റ് സച്ച് ടെൻഡൻസീസ്. SFI എന്ന പ്രസ്ഥാനം ഇന്ന് ഇത്രയേറെ ഒരു 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 മനുഷ്യത്വരഹിതമായ അല്ലെങ്കിൽ ഏറ്റവും ക്രൂരമായ അല്ലെങ്കിൽ നിഷ്ഠൂരമായിട്ടുള്ള ഒരു നിലയിലേക്ക് പ്രവർത്തിക്കുമ്പോഴും അത് ചോദ്യം ചെയ്യാനും അവരെ സമൂഹത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നതിൽ ഞാനും നിങ്ങളും അടക്കമുള്ളവർ പരാജയപ്പെട്ടിരിക്കുന്നു. കോടതികൾ, പോലീസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അധ്യാപകർ, എല്ലാ സിസ്റ്റവും ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാം പരാജയപ്പെട്ടല്ലോ. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇതാകുന്നത്. എന്നിട്ട് ഇത്ര ക്രൂരമായ രീതിയിൽ ഒരു കുട്ടിയോട് പെരുമാറി ആ കുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് കേരളത്തിനാകെ അപമാനമാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. ഐ വണ്ടർ സ്റ്റിൽ, ഇന്നും ഈ ക്യാമ്പസുകളിൽ, കലാലയങ്ങളിൽ SFI ഇങ്ങനെ സർവൈവ് ചെയ്യുന്നത് എന്തിനാണ്? കുട്ടികളിങ്ങനെ ഭയന്ന് ഇവരെ പേടിച്ച് ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമാനമായ നിലയിലായിരുന്നു തിരുവനന്തപുരം. നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ കാലത്തിനോട് നന്നായിട്ട് അറിയായിരിക്കും. ലോ കോളേജ് എന്ന് പറഞ്ഞാൽ അവർ സ്റ്റുഡൻറ്റ് സെൻ്ററിന് ഏറ്റവും അടുത്തുള്ളതാണ്. അക്രമ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ സാധ്യതകളും അവർ ഞങ്ങൾക്കെതിരെ ഉപയോഗിച്ചാണ്. അന്ന് ഞങ്ങളൊക്കെ ചെറുത്ത് നിന്നും ഞങ്ങളൊക്കെ പ്രതിരോധിച്ചും ഞങ്ങൾ അതിനെയൊക്കെ ചോദ്യം ചെയ്തും ഒക്കെ കടന്നു വന്നവരാണ് ഞങ്ങൾ. അങ്ങനെ എല്ലാ ക്യാമ്പസിലും കഴിഞ്ഞില്ലെങ്കിലും വലിയൊരളവ് വരെ അന്നത്തെ കാലഘട്ടത്തിൽ SFIയുടെ അക്രമത്തെ ചോദ്യം ചെയ്തും അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ചും തന്നെയാണ് ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതിൻ്റേതായ ഒരു കരുത്തും ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്ന വിഷയം, ഇന്ന് ക്യാമ്പസുകളിൽ ഈ മയക്കുമരുന്നിൻ്റെയും ഒക്കെ സ്വാധീനം, അതുമൊക്കെ ചേർന്ന്, അതും രാഷ്ട്രീയവും അധികാരവും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളുമൊക്കെയായി ചേർന്ന് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിലനിൽക്കുന്നത്. ഇതിനെതിരെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് SFI അല്ലെങ്കിൽ വിദ്യാർത്ഥി ഏതുമാട്ടെ അതിന് എല്ലാ രീതിയിലുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു അധികാരം അല്ലെങ്കിൽ ഒരു സർക്കാർ, മന്ത്രിമാരും ഒക്കെ ഇവിടെ ഇരിക്കുകയാണ്. അതിനെ ന്യായീകരിക്കുകയും അവരെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. പോലീസിനെങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റും? ഇന്ന് കേരളം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ക്യാമ്പസുകൾ ഇങ്ങനെ ഇതുപോലെ അരക്ഷിതാവസ്ഥയിലേക്കും ഇതുപോലുള്ള വലിയ അരാജകത്വത്തിലേക്കും പോകുന്നു. ടീച്ചേഴ്സിൻ്റെയൊക്കെ മുറയിൽ മുഴുവൻ നഷ്ടപ്പെട്ട് അവർക്കൊരു കൺട്രോൾ ഇല്ലാതെ അവർ പോലും ഭയത്തിലാണ് ക്യാമ്പസുകളിൽ പോകുന്നത്, കലാലയങ്ങളിൽ പോകുന്നത്. ആ നിലയിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ തകർത്ത് തരിപ്പണമാക്കിയൊരു പ്രസ്ഥാനമാണ് SFI എന്ന് പറയുന്നത്. അതിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്ന പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്നത്. ക്യാമ്പസുകൾ വിദ്യാർത്ഥി രാഷ്ട്രീയ മുക്തമാക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? ഒരിക്കലുമല്ല. വിദ്യാർത്ഥി രാഷ്ട്രീയ മുക്തം എന്നുള്ളതല്ല. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം ഇതാണോ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം? ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനമല്ല, ഇത് അധോലോക പ്രവർത്തനമാണ്. ഇത് യഥാർത്ഥത്തിൽ അധോലോക പ്രവർത്തനമാണ് SFI, അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനമല്ല. ഇവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചാൽ, ഇവരുടെ എല്ലാം ആക്ടിവിറ്റി അന്വേഷിച്ചാൽ, ഇവരെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ, ഇവരുടെയൊക്കെ മറ്റ് ലിങ്ക്സും കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കിയാൽ SFI ക്യാമ്പസിൽ നടത്തുന്ന അധോലോക പ്രവർത്തനം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമല്ല. എത്രയോ സർഗാത്മകമായി, എത്രയോ ജനാധിപത്യ ഇതോടുകൂടി, അല്ലെങ്കിൽ എത്ര മനോഹരമായ
സംഘടനാ പ്രവർത്തനം സാധ്യമായ ക്യാമ്പസുകളാണ് കേരളത്തിലേത്. നമ്മുടെ ക്യാമ്പസുകൾ പഴയ കാലത്തു നിന്നൊക്കെ മാറി ലഹരിയുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അത് ഈ കാലഘട്ടത്തിൻ്റെ തന്നെ ഒരു കുഴപ്പം കൂടിയാണ്. അപ്പോൾ അതിന് നമ്മൾ SFI മാത്രം ക്യാമ്പസുകളിൽ ഇങ്ങനെ അവരുടെ മേൽ മാത്രം ഈ കുറ്റം ചാർത്തുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? അല്ല, ഞാൻ അങ്ങനെ SFI മാത്രം എന്നുള്ള നിലയില്ല പറഞ്ഞു. ഞാൻ ഈ വിഷയം 2 അടിയന്തര പ്രമേയവും മറ്റൊരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത നിയമസഭയിൽ വളരെ ആഴത്തിൽ ഗവേഷണം നടത്തി പഠിച്ച് വിഷയം മനസ്സിലാക്കി ഇതിൻ്റെ ഗൗരവം നമ്മുടെ ക്യാമ്പസുകൾ, നമ്മുടെ വിദ്യാലയങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ, അവരെ വട്ടമിട്ട് പറക്കുന്ന ഒരു വലിയ കഴുകന്മാർ. ഇന്ന് അവരാരും യുവാക്കളെ തേടിയല്ല പോകുന്നത്, സ്കൂളുകൾക്ക് ചുറ്റും വട്ടമിട്ട് പറക്കാണ് മയക്കുമരുന്നിൻ്റെ വ്യാപാര ശൃംഖല അല്ലെങ്കിൽ ആ കഴുകന്മാർ. നമ്മുടെ കൊച്ചു എട്ടും പൊട്ടും തിരിയാത്ത, മനസ്സുറയ്ക്കാത്ത, മസ്തിഷ്കമുറയ്ക്കാത്ത പെൺകുട്ടികളെപ്പോലും അവരുടെ കണ്ണികളിൽ പെടുത്തുകയാണ്. അത്രയും വലിയൊരു അപകടമാണ്. പക്ഷേ ഇതിനെന്താണ് പ്രതിവിധി? അത് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ശക്തമായി പറഞ്ഞു, സർക്കാരാണ് ആക്ട് ചെയ്യാൻ കഴിയുന്നത്. സോഫ്റ്റ് ടാക്ലിങ്ങും ഹാർഡ് ടാക്ലിങ്ങും ഉണ്ട് ഇതിൻ്റെ അകത്ത്. സോഫ്റ്റ് ടാക്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് പ്രചരണങ്ങളാവാം, ക്യാമ്പയിനുകളാവാം, നമുക്ക് വേണമെങ്കിൽ മെഴുതിരി കത്തിക്കുകയോ അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള അവയർനെസ് പ്രോഗ്രാംസോ അല്ലെങ്കിൽ കൗൺസിലിംഗ് സെൻറ്റേഴ്സോ അല്ലെങ്കിൽ അഡിക്ഷൻ സെൻറ്റേഴ്സോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സോ ഒക്കെ കൊടുക്കുക. അതൊക്കെ സോഫ്റ്റ് ടാക്ലിംഗ് ആണ്. ഹാർഡ് ടാക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ മയക്കുമരുന്ന് വ്യാപാരം നടത്താൻ അനായാസം കഴിയുന്ന ഒരു ഗ്രൗണ്ട് അല്ല എന്ന് തിരിച്ചറിയാൻ കഴിയണം. വളരെ ശക്തമായ പോലീസിങ്ങും ശക്തമായ നടപടികളും എക്സൈസും പോലീസും എല്ലാം ഭയങ്കര അഗ്രസീവായി ആക്ട് ചെയ്യുകയും ഇവരെല്ലാം പിടികൂടുകയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണം. അപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ അങ്ങനെ ഹാർഡ് ടാക്ലിംഗ് സോഫ്റ്റ് രണ്ടും കൂടി ചേർന്നാണ് ഒരു കോംബോ ആണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, പലപ്പോഴും സംസ്ഥാനത്ത് പിടിക്കപ്പെട്ടിട്ടുള്ള വലിയ ലഹരി മരുന്ന് വേട്ടകളിൽ പലപ്പോഴും ഭരണവർഗ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ അവരുടെ ലിങ്ക് വെളിവാകുന്ന സംഭവം ഉണ്ടായി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കരുനാഗപ്പള്ളിയിൽ 1 കോടി രൂപയിലധികം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിക്കുമ്പോൾ ആലപ്പുഴയിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട CPM നേതാവാണ് അതിൻ്റെ കിങ് പിന്നായി നിന്നിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സർക്കാർ ഒരു കാര്യം മനസ്സിൽ വെക്കണം, നിങ്ങൾ പൊളിറ്റിക്കൽ പാട്രണേജ് ഈ മയക്കുമരുന്ന് ലോബിക്ക് കിട്ടുന്ന ഒരു സ്ഥിതി വന്നാൽ അവിടം പിന്നെ നശിച്ച് ഇല്ലാതാവാൻ അധികം സമയം വേണ്ട. പൊളിറ്റിക്കൽ പാട്രണേജ് എന്ന് പറയുന്നത് വലിയ അപകടമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ വലിയ ഒഫൻസീവായിട്ടാണ് ഭരണപക്ഷം എടുത്തത്. ഞാൻ പറഞ്ഞത് എന്തോ വലിയ തെറ്റാണ്, വലിയ കുറ്റമാണ്, വലിയ ഒഫൻസീവായിട്ട് അവരെടുത്തു. പക്ഷേ നമ്മൾ കാണുന്നത് എന്താ? ക്യാമ്പസുകളിൽ SFI നേതാക്കന്മാരെ ഉപയോഗപ്പെടുത്തിയാണ് മയക്കുമരുന്ന് മാഫിയ ക്യാമ്പസുകളെ നിയന്ത്രിക്കുന്നത്. CPMൻ്റെ നേതാക്കന്മാരെ ലിങ്ക് ചെയ്താണ് വലിയ ട്രാൻസാക്ഷൻസും വലിയ ട്രേഡും ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ നിഷേധിക്കാൻ പറ്റില്ല. അതൊക്കെ രാഷ്ട്രീയ ആരോപണമല്ല. നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇത് എത്രയോ ഡീപ്പ് ആൻഡ് ബിഗ്, എത്രയോ വലുതാണ്, എത്ര വലിയ ആഴത്തിലുള്ള ഒരു ചലഞ്ചാണെന്നറിയോ. അതിനെ നേരിടാൻ കഴിയണമെന്നുണ്ടെങ്കിൽ സർക്കാരിന് ഇച്ഛാശക്തി വേണം. ഇറ്റ് റിക്വയർസ് ട്രമെൻഡസ് ഡിറ്റർമിനേഷൻ, കറേജ്. ആ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അത് സർക്കാരിൽ കാണുന്നില്ല എന്നുള്ള സത്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ സംസ്ഥാനവും നമ്മുടെ ക്യാമ്പസും ഈ നിലയിലേക്കൊക്കെ വീണു പോകുന്നത്. തിരിച്ച് പൊളിറ്റിക്സിലേക്ക് വരാം. BJP ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. പ്രധാനമന്ത്രി അടക്കം നിരന്തരം കേരളത്തിൽ വിവിധ ജില്ലകൾ പര്യടനമൊക്കെ നടത്തുന്നു. വലിയ പ്രതീക്ഷയോടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം തലസ്ഥാനത്തെത്തിയപ്പോൾ 2 അക്ക സംഖ്യ എന്നൊക്കെ ഒരു കണക്കൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ഇത്തവണ BJP UDFന് ഒരു ഭീഷണിയാകും എന്ന് കരുതുന്നുണ്ടോ? അല്ല, നരേന്ദ്രമോദി അല്ലെങ്കിൽ പ്രധാനമന്ത്രി പലവട്ടം കേരളത്തിൽ ഇത്തവണ വിസിറ്റ് നടത്തുകയും അദ്ദേഹത്തിൻ്റെ യാത്രയും അദ്ദേഹത്തിൻ്റെ ഇളക്കിയുള്ള പ്രചരണത്തിന് പരിശ്രമിക്കുകയൊക്കെ ചെയ്തെങ്കിലും അതിനൊന്നും കേരളത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മാത്രമല്ല, അദ്ദേഹം 2 അക്ക സംഖ്യ എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ഈവൻ BJP പ്രവർത്തകർ തന്നെ അദ്ദേഹത്തിൻ്റെ വെറും ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ ഒരു ഡയലോഗ് മാത്രമാണ് എന്ന് അവർക്ക് തന്നെ, BJP പ്രവർത്തകർക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതായത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്നൊരു സ്റ്റേറ്റിൽ വന്ന് സംസാരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രപ്പോസിഷൻ പറയുന്നത് ആവേശം ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല, അതുള്ള ആവേശം കൂടി ചോർത്തിക്കളയത്തോ. അതാണ് സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വലിയ പരിശ്രമം BJP നടത്തിയിട്ടുണ്ട്. വലിയ പ്രചരണവും വലിയ പണക്കൊഴുപ്പും വലിയ പരിശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും
കേരളത്തിൽ ഈ വട്ടവും BJPക്ക് ജയം പ്രയാസമായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. കാരണം കേരളത്തിന് ഉള്ളത് ഒരു തികഞ്ഞ മതേതര മനസ്സാണ് കേരളത്തിനുള്ളത്. കേരളത്തിൻ്റെ സമൂഹത്തിൽ BJPയുടെ ആശയങ്ങൾ വെച്ചിട്ട്, സംഘപരിവാറിൻ്റെ ആശയങ്ങൾ വെച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കാത്ത അതുകൊണ്ടാണ്. അവരിപ്പോൾ ഇവിടെ പരിശ്രമിക്കാഞ്ഞിട്ടോ, അവർക്ക് നേതാക്കന്മാരില്ലാഞ്ഞിട്ടോ, അവർ പണം ചെലവഴിക്കാഞ്ഞിട്ടോ, പ്രധാനമന്ത്രി എത്രയോ തവണ വന്ന് എത്രയോ അവർ അധ്വാനിക്കാനിട്ടല്ല. ബട്ട് കേരള ഇസ് ഡിഫറെൻറ്റ്, സോ ഇറ്റ് മേ ബി ടഫ് ഫോർ ദം. ഇത്തവണ പ്രചാരണത്തിൽ ഏറ്റവും അധികം ഉയർത്തുന്ന വിഷയം മാസപ്പടി തന്നെയാകുമോ? അല്ല, മാസപ്പടി ഒരു സുപ്രധാനമായ വിഷയവും ക്യാമ്പയിൻ പോയിൻറ്റും ആയിരിക്കും. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള കേരളത്തിലെ ഞങ്ങളുടെ ഈ സമരാഗ്നി പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഫണ്ട് പിരിവിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. സോ ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, എൻ്റെ പ്രദേശത്ത്, എൻ്റെ ബൂത്തിൽ ഒരു ഹരിജൻ കോളനിയാണ് ഞാൻ കയറി പണം പിരിക്കാൻ വേണ്ടി ഞാൻ നേരിട്ട് പോയ സ്ഥലം. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ വേദന, അവരുടെ പ്രയാസം, അവരുടെ ദുഃഖം, അല്ലെങ്കിൽ അവർക്ക് ഈ സർക്കാരിനോടുള്ള എതിർപ്പ്, ഏറ്റവും താഴെത്തട്ടിലെ ആളുകൾ, ഇപ്പോൾ എത്രയോ മാസമായി അവർക്ക് പെൻഷൻ കിട്ടിയിട്ട് ആളുകൾക്ക് മരുന്ന് വാങ്ങാൻ പറ്റുന്നില്ല, ആളുകൾക്ക് അവരുടെ ജീവിതത്തിലെ സാധാരണ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നില്ല, അവരെല്ലാം വലിയ പ്രതിസന്ധിയിലും വലിയ അരക്ഷിതാവസ്ഥയിലുമാണ്. അപ്പോൾ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളുടെ നീറുന്ന വിഷയങ്ങളുണ്ട്. ഞാൻ ഒരു വീട്ടിൽ ചെന്ന് കയറിയാൽ പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം സാർ ഒന്ന് അകത്തേക്ക് വരാമെന്ന് ചോദിച്ചു. ഒരു കട്ടിലിൽ ഒരു കുട്ടി, വികലാംഗനായ കുട്ടി കിടക്കുകയാണ്. ആ കുട്ടി എണീറ്റ്. അപ്പോൾ പറഞ്ഞു, ഈ കുട്ടിക്ക് ആശ്രയ കിട്ടിക്കൊണ്ടിരുന്നതാണ് സാർ, ഇപ്പോൾ കഴിഞ്ഞ 5-6 മാസമായിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ദുരിതം പേറുന്ന ഒരു ജനത്തിൻ്റെ വേദന ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് ഞങ്ങൾ പ്രഥമ പരിഗണന കൊടുക്കും. മാനുഷിക വിഷയങ്ങൾക്ക് തീർച്ചയായിട്ടും അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ഞങ്ങൾ നടത്തും. അതിൻ്റെ ഭാഗമായി ഏറ്റവും മുമ്പിൽ നിൽക്കുന്നൊരു വിഷയമാണ് മാസപ്പടി. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും നേരിട്ട് നടത്തിയ കോടാനുകോടിയുടെ വലിയ അഴിമതി, CPM എന്ന പാർട്ടിയെ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന, ഈ സർക്കാരിനെ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഇതാണ്. ഇതിനോടകം പൊതുസമൂഹത്തിന് മുമ്പിൽ നല്ലപോലെ ഞങ്ങൾക്കത് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. അപ്പോൾ അതും സുപ്രധാനമായ വിഷയമായിരിക്കും. പക്ഷേ ജനങ്ങളുടെ നീറുന്ന വിഷയങ്ങൾക്കായിരിക്കും ഒരു മുൻഗണന കൊടുക്കുക. എന്തായാലും എല്ലാ ആശംസകളും. ഇത്രയും സമയം വാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു.